Hi dear students, warm welcome to our English class. Do you read the story The Little Girl and the Umbrella? Did you understand the story? What happened to Lily and the baby children? Lost childhood. ഇന്ന് നാം എടുക്കാൻ പോകുന്നത് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്നുള്ള പാഠഭാഗത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. നിങ്ങൾ ഏവരും വളരെ ആകാംക്ഷയോടെ വളരെ സന്തോഷത്തോടു കൂടി 2 ക്ലാസ് കേട്ട് കഴിഞ്ഞു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ കഥയിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗം എന്താണെന്ന് നോക്കാം. ലോസ്റ്റ് ചൈൽഡ്ഹുഡ്, നഷ്ടപ്പെട്ട ബാല്യം. അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ബാല്യകാലത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ലില്ലി ആൻഡ് ഹെർ ബ്രദർ ബേബി ഹാഡ് ലോസ്റ്റ് ബോത്ത് their parents. Lily and her brother baby had lost both their parents. The father died 3 years ago, and their mother about 8 years ago. Their father died 3 years ago, and their mother about 8 years ago. They now lived with their aunt, their mother's elder sister. They now lived with their aunt, their mother's elder sister. The fat dark aunt with a flat nose was 50 years old widow. The fat dark aunt with a flat nose was a 50 years widow. Lily and her brother baby had lost both their parents. ലില്ലിക്കും ലില്ലിയുടെ സഹോദരനായ ബേബിക്കും അവരുടെ പാരൻ്റ് നഷ്ടപ്പെട്ടാണ്. അവരുടെ പാരൻ്റ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ബോത്ത് അവർക്ക് 2 പേർക്കും അവരുടെ പാരൻ്റ് അവരുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതായിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. Their father died 3 years ago. അവരുടെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. And their mother about a year ago. അവരുടെ അമ്മ മരിച്ചിട്ട് ഏകദേശം 1 വർഷം തികഞ്ഞു. അതായത് അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടികളാണ് ആര്? ലില്ലിയും ബേബിയും. They now lived with their aunt. അവരിപ്പോൾ ജീവിക്കുന്നത് അവരുടെ ഒരു അമ്മായിയുടെ കൂടെയാണ്. ആരാണ് ഓണ്ട് എന്ന് പറഞ്ഞാൽ their mother's elder sister. അവളുടെ അമ്മയുടെ എൽഡർ സിസ്റ്ററാണ് അവരെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. The fat dark aunt, തടിച്ച കറുത്ത, a flat nose, പതിഞ്ഞ മൂക്കുകളുള്ള പരന്ന മൂക്കുകളുള്ള, a 50 years old widow, ഒരു 50 വയസ്സ് പ്രായമുള്ള ഒരു വിധവയാണ് ആര്? അവരുടെ ഓണ്ട്. അപ്പോൾ 50 വയസ്സ് പ്രായമുള്ള ഭർത്താവ് നഷ്ടപ്പെട്ട ആളുകൾക്കാണ് വിഡോ എന്ന് പറയല്ലേ. ഭർത്താവ് മരിച്ചു പോയ ആളുകൾക്കാണല്ലോ വിഡോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഭർത്താവൊക്കെ മരിച്ച് 50 വയസ്സ് പ്രായമുള്ള ഒരു ആളാണ് അവരുടെ ഓണ്ട്. ഇവരാണ് ഇപ്പോൾ ഇവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, അതായത് ഇവരെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൂടെയാണ് ഇവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. She had a son in the army who sent her 20 rupees every month. She had a son in the army who sent her 20 rupees every month. She was known to be a tight-fisted woman. She was known to be a tight-fisted woman. She had no land her own. She had no land of her own. She lived in a hut on a plot owned by the Pumangalam family. She lived in a hut on a plot owned by the Pumangalam family, for whom she worked as a maid. The money sent by her son was deposited in a private bank. The money sent by her son was deposited in a private bank. But after a few months, the bank collapsed. The loss of money
was unbearable to her. The loss of money was unbearable to her, and she started showing sign of insanity. She had a son. അവൾക്കൊരു മകനുണ്ടായിരുന്നു. ഇൻ ദ ആർമി. അവൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ആർമിയിലാണ്. ഹു സെൻറ്റ് 20 rupees എവ്രി മന്ത്സ്. അവന് എല്ലാ മാസവും ഇവൾക്ക് 20 രൂപ അയച്ചു കൊടുക്കും. ഷീ വാസ് നോൺ ടു ബി എ ടൈറ്റ് വുമൺ. ഇവളാണെങ്കിലോ ഈ പൈസയൊക്കെ പിശുക്കി ഇട്ടാണ് അവൾ ജീവിക്കുന്നത്. ഷീ വാസ് നോൺ, അവൾ അറിയപ്പെട്ടിരുന്നത് ടു ബി എ ടൈറ്റ് വുമൺ. അവൾ എന്താണ്? ഒരു പിശുക്കിയായിട്ടാണ് അറിയപ്പെട്ടത്. ടൈറ്റ് ഫിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പിശുക്കത്തൻ. നമ്മളൊക്കെ എന്താണ് നമ്മൾ കിട്ടുന്നതിൽ നിന്നിങ്ങനെ എടുത്തു വെക്കുക, ഒന്നിനും ചിലവാക്കാതെ എടുത്തു വെക്കുന്ന. ഷി ഹാഡ് നോ ലാൻഡ്. ഷി ഹാഡ് നോ ലാൻഡ് ഓഫ് ഹെർ ഓൺ. അവൾക്ക് സ്വന്തമായിട്ട് ഭൂമിയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ഇതിലായിട്ട് അവൾക്ക് ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ എവിടെയാണ് ജീവിച്ചിരുന്നത്? ഷീ ലിവ്ഡ് ഇൻ എ ഹട്ട് ഓൺ എ പ്ലോട്ട് ഓണേഡ് ബൈ ദ പൂമംഗലം ഫാമിലി. അവൾ എവിടെയാണ് ജീവിച്ചിരുന്നത്? ഒരു കുടിലിൽ. പൂമംഗലം ഫാമിലിയുടെ അവരുടെ അധീനതയിലുള്ള ഒരു ഭൂമിയിൽ ഒരു ചെറിയ കുടിൽ കെട്ടിയിട്ടാണ് അവൾ ജീവിച്ചിരുന്നത്. പൂമംഗലം ഫാമിലിക്കാരുടെ ഒരു പ്ലോട്ടിലാണ് അവൾ ജീവിച്ചത്. ദ മണി സെൻറ്റ് ബൈ ഹെർ സൺ വാസ് ഡെപ്പോസിറ്റഡ് ഇൻ എ പ്രൈവറ്റ് ബാങ്ക്. അവളുടെ മകൻ അയച്ചു കൊടുക്കുന്ന ആ പണം മുഴുവൻ അവൾ ഒരു പ്രൈവറ്റ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയായിരുന്നു. ബട്ട് ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്, പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ദ ബാങ്ക് കൊളാപ്സ്. ആ ബാങ്ക് എന്തായി? കൊളാപ്സ്, ആകെ തകർന്നു. ബാങ്ക് പൊട്ടിപ്പൊളിഞ്ഞു. ആകെ ബാങ്ക് പൊളിഞ്ഞു, ഇല്ലാതായി അർത്ഥം. ദ ലോസ് ഓഫ് മണി വാസ് അൺബിയറബിൾ ടു ഹെർ. ഈ പണം നഷ്ടപ്പെട്ടത്, അവൾക്ക് ഈ പണം നഷ്ടപ്പെട്ടത് അവൾക്ക് സഹിക്കാൻ വയ്യ. അൺബിയറബിൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ, അസഹനീയമായി, സഹിക്കാൻ കഴിയാതെയായി. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഷോവിങ് സൈൻ ഓഫ് ഇൻസാനിറ്റി. അവളുടെ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. അവൾ ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ ഭ്രാന്താവുക എന്നൊക്കെ അർത്ഥം. സൈൻ എന്ന് പറഞ്ഞ അടയാളങ്ങൾ, ഇതൊക്കെ അവൾ എന്താണ് കാണിക്കാൻ തുടങ്ങി. ഒന്നുകൂടി, ഷീ സ്റ്റാർട്ടഡ് ഷോവിങ് സൈൻ ഓഫ് ഇൻസാനിറ്റി. അവൾ എന്ത് ചെയ്തു? അവളുടെ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. ഷീ ടുക്ക് ഔട്ട് ഓൾ ഹെർ ആങ്കർ ഓൺ ഹെർ നീസ് ലില്ലി. ഷീ ടുക്ക് ഔട്ട് ഓൾ ഹെർ ആങ്കർ ഓൺ ഹെർ നീസ് ലില്ലി. ഷീ ബിഹേവ്ഡ് ലൈക്ക് എ ഡെവിൽ to her niece and nephew and often beat them up. She behaved to a devil to her niece and nephew and often beat them up. She hated the children going to school. She hated the children going to school. She ordered them to draw water from well, wash clothes and do all the cooking. She ordered them to draw water from well, wash clothes and do all the cookings. She took out all her anger. She took out all her anger. അവളുടെ എല്ലാ മുഴുവൻ ദേഷ്യവും അവൾ പുറത്തെടുത്തിരുന്നത് ഓൺ ഹെർ നീസ് ലില്ലി, അവളുടെ സഹോദരിയുടെ മകളോടായിരുന്നു, ലില്ലിയോടായിരുന്നു അവളുടെ ദേഷ്യം മുഴുവൻ പ്രകടിപ്പിച്ചിരുന്നത്. ഷീ ബിഹേവ്ഡ് ലൈക്ക് എ ഡെവിൽ. അവളൊരു ചെകുത്താനെ പോലെയാണ് അവൾ ഇവരോട് പെരുമാറിയത്. ടു ഹെർ നീസ് ആൻഡ് നെഫ്യൂ. ആരോട്? ബേബിയോടും സഹോദരൻ്റെ മകനോടും മകളോടും ഇവൾ പെരുമാറിയത് ഒരു ചെകുത്താനെ പോലെ, ഒരു ഡെവിലിനെ പോലെ ആണ് അവൾ പെരുമാറിയത്. ആൻഡ് ഓഫൺ ബീറ്റ് ദം അപ്പ്. ചിലപ്പോഴൊക്കെ ഇവരെ അടിക്കുകയും ചെയ്യുമായിരുന്നു. ഷീ ഹേറ്റഡ് ദ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് അവൾ ദേഷ്യപ്പെട്ടു, അവൾ വെറുത്തിരുന്നു. അവൾക്ക് ഇവർ സ്കൂൾക്ക് പോകുന്നതൊന്നും പഠിക്കുന്നതൊന്നും അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, അവൾക്ക് വെറുപ്പായിരുന്നു. ഷീ ഓർഡേർഡ് ദം ടു ഡ്രോ വാട്ടർ ഫ്രം വെൽ. അവൾ അവരോട് കൽപ്പിക്കും, എന്ത്? വെള്ളം കോരിക്കൊണ്ടുവരും
കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവരാനും അതുപോലെ ഇവളുടെ ഡ്രസ്സ് അലക്കാനും അതുപോലെ എല്ലാവിധ കുക്കിംഗ് ചെയ്യാനൊക്കെ ഇവരോട് കൽപ്പിക്കുമായിരുന്നു. ഈ ചെറിയ കുട്ടികളോട് ഇവൾ കൽപ്പിക്കുമായിരുന്നു. ബേബി വാസ് 11 years old and was studying in a class 4. Lily, 3 years younger, was in class 2. Baby was 11 years old and was studying in class 4. Lily, 3 years younger, was in class 2. They were perhaps the poorest children in their school. There were perhaps the poorest children in their school. Baby was 11 years old. ബേബി ഒരു 11 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥിയാണ്. 11 years old ആണ്, 11 വയസ്സ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ്. ആര് നമ്മളെ വയസ്സ് പറയുമ്പോൾ എന്താണ് 5 years old, 10 years old എന്നൊക്കെയാണല്ലോ പറയാം. അപ്പോൾ 11 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥിയാണ് ആര്? ബേബി. അവൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആൻഡ് വാസ് സ്റ്റഡിയിങ് class 4. അവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലില്ലിയോ അവനേക്കാൾ 3 വയസ്സ് കുറവുള്ള, അതാണ് പറഞ്ഞത്. ലില്ലി 3 years younger, അവനേക്കാളും 3 years കുറവായ ആളാണ് ആര്? ലില്ലി അല്ലേ? ഇവനേക്കാളും ബേബിയേക്കാളും 3 വയസ്സ് കുറവാണ്. അപ്പോൾ എത്ര ആയിരിക്കും? 8 വയസ്സുള്ള 8 years old അല്ലേ ആളാണ് ആര്? ലില്ലി. അവൾ എത്രയിലാണ് പഠിക്കുന്നത്? വാസ് ഇൻ ക്ലാസ് 2. അവൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? വാസ് ഇൻ ക്ലാസ് 2. അവൾ 2ാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരായിരിക്കും there were perhaps the poorest children in their school. ഒരു പക്ഷേ അവരായിരിക്കാം അവരെ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥികൾ. ഇവർ രണ്ടുപേരുമായിരിക്കാം. അവരായിരുന്നു പെർഹാപ്സ്, ഒരു പക്ഷേ അവരായിരുന്നു അവരെ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ. പൂവറസ്റ്റ്, ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ ഇൻ ദയർ സ്കൂൾ. അവരുടെ സ്കൂളിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ ഇവരായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി ബാക്കി ഒരു ഭാഗം കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ദ ഓണ്ട്? എങ്ങനെയാണ് ആ ഓണ്ടിനെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്? നമ്മൾ പറഞ്ഞില്ലേ എങ്ങനത്തെ ആളാണ്? ദ ഫാറ്റ് ഡാർക്ക് ഓണ്ട് ആൻഡ് ദ ഫ്ലാറ്റ് നോസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ ഭാഗമാണ്. വാസ് എ 50 years old widow. അങ്ങനെയാണ് പരിചയപ്പെടുത്തിയല്ലേ. പിന്നെ പറഞ്ഞു ഷീ വാസ് നോൺ ടു ബി എ ടൈറ്റ് വിസ്റ്റഡ് വുമൺ. അവളൊരു പിശുക്കിയായ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലിങ്ങനെ വിശദീകരിക്കുന്നുണ്ട് കഥയിൽ. അത് നിങ്ങൾ എടുത്തെഴുതുക. ഡു യു തിങ്ക് ചിൽഡ്രൻ ഷുഡ് ഡു സച്ച് വർക്ക്? വൈ ഡു യു തിങ്ക് ചിൽഡ്രൻ ഷുഡ് ഡു സച്ച് എ വർക്ക്? അതുപോലെ ആ വർക്കുകളൊക്കെ ഈ കുട്ടികൾ ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വൈ, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുമെന്ന് ചിന്തിക്കാൻ കാരണം? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇത്, കുട്ടികൾ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യണോ? അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് നിങ്ങൾ എഴുതി വെക്കട്ടോ. ഡിസ്ക്രൈബ് ദ ഓൺ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഈ കഥയിൽ ഓണ്ടിൻ്റെ ക്യാരക്ടർ നമ്മളോട് ക്യാരക്ടർ സ്കെച്ച് ചെയ്താണ്. അപ്പോൾ എന്തൊക്കെയാണ് അവളുടെ സ്വഭാവങ്ങൾ, അവളുടെ മൊത്തം നമുക്ക് വിശദീകരിച്ചിട്ട് എഴുതാം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവളുടെ ക്യാരക്ടർ മൊത്തം, അവളുടെ സ്വഭാവം മൊത്തം എഴുതാം.